Hi, I'm Mala Praveen from Tiju's Academy, Reassurance, Sympathy, Empathy Phrases Part 2. So before we continue this, please watch the Part 1. The link is given in the description. So in the first video, ഞാൻ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള റീഅഷ്വറൻസ് ആണ്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഐ ഹോപ്പ് ഇറ്റ് വാസ് വെരി യൂസ്ഫുൾ ഫോർ യു. ഒരു പേഷ്യൻറ്റിനോട് നമ്മൾ ഇനി എന്തൊക്കെ സിറ്റുവേഷൻ ബേസിസിൽ നമുക്ക് പറയാമെന്ന് നമുക്ക് നോക്കാം. സോ ഫോർ എക്സാമ്പിൾ ഒരു പെയിൻ ആയിട്ട് വന്നിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. ആ പേഷ്യൻറ്റ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഭയങ്കര ഇമോഷണലായിട്ട് വിത്ത് ടോൺ ഇൻറ്റൊനേഷനൊക്കെ നമ്മൾ ഐ ക്യാൻ ടോട്ടലി റിലേറ്റ് ഹൗ പെയിൻഫുൾ ഇറ്റ് മൈറ്റ് ബി. ഇനി വേറൊരെണ്ണം കൂടെ നമുക്ക് നോക്കാം. ഇതുപോലെ തന്നെ പെയിൻ I can totally relate how frustrating it could be. And ഇതിങ്ങനെ പറഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ പറയാം സോ ഇറ്റ് മൈറ്റ് ബി എ വെരി ഹെക്ടിക് ഷെഡ്യൂൾ ഫോർ യു റൈറ്റ്. ഇങ്ങനെയൊക്കെ നമുക്ക് അവർക്ക് റീഅഷ്വറൻസ് നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്കൊരു മെഡിക്കൽ ഫെസിലിറ്റി ആയിട്ട് വന്നിരിക്കുക അവരത് നമ്മുടെ മെഡിക്കലായിട്ടുള്ള കെയർ എടുക്കാൻ വേണ്ടിയിട്ട് വരുവാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? സോ വി ക്യാൻ പ്രൊവൈഡ് യു ദ ബെസ്റ്റ് ഫെസിലിറ്റീസ് അവൈലബിൾ. ഓക്കെ, അതങ്ങനെ നമുക്ക് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിറ്റുവേഷൻ എടുക്കാം. നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നതിനകത്ത് ഒരു സിറ്റുവേഷൻ, ഒരു എമർജൻസി, അതായത് അവർ ഫസ്റ്റ് എയ്ഡ് ഒന്നും എടുക്കാതെ തന്നെ ഓടി നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു. ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? ഐ അണ്ടർസ്റ്റാൻഡ് യുവർ പെർസ്പെക്റ്റീവ്, വെൽ ഡൺ ഫോർ സീക്കിംഗ് മെഡിക്കൽ അഡ്വൈസസ്. ഇങ്ങനെ പറഞ്ഞ് നമുക്ക് നിർത്താം ഇല്ലേ? ഒരു ഫസ്റ്റ് എയ്ഡ് വരുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അവർക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് സെൻറ്റൻസ് നോക്കാം. സോ ഐ എം അഫ്രേഡ് വി കനോട്ട് അലൗ യു അറ്റ് ദിസ് മൂമെൻറ്റ്. ഇത് പറയേണ്ട ഏത് സമയത്തായിരിക്കും? ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇഫ് ദ പേഷ്യൻ്റ് ഈസ് ആസ്കിങ് ഫോർ എ ഡിസ്ചാർജ് ഓർ ദ പേഷ്യൻ്റ് ഈസ് ആസ്കിങ് ഫോർ എ പെയിൻ റിലീഫ് മെഡിക്കേഷൻ. അപ്പോൾ ഈ സമയം നമുക്ക് നോ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഈ ഒരു ഫ്രേസ് അവിടെ ഉപയോഗിക്കാം. ഇനി നമുക്കൊരു എമ്പത്തി സെൻറ്റൻസ് നോക്കാം. ഐ ക്യാൻ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ഗോയിങ് ത്രൂ ബട്ട് ഡോണ്ട് വറി വി ആർ ഹിയർ ടു ഹെൽപ്പ് യു എന്ന് നമുക്ക് ഒരെണ്ണം പറയാം. വിത്ത് ഇമോഷൻ, ടോൺ ആൻഡ് ഇൻറ്റൊനേഷൻ കറക്റ്റായിട്ട് ഒരു ഫ്രേസിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ആപ്റ്റ് ഫോർ ദാറ്റ് സിറ്റുവേഷൻ. സോ ഈ റീഅഷ്വറൻസ് വേർഡ്സ് എല്ലാം നമ്മൾ OET എക്സാമിനകത്ത്, സ്പീക്കിംഗ് എക്സാമിനകത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ആഡ് എ ഗുഡ് മാർക്ക് ടു യു. ഓക്കെ, സോ ഫോർ മൈ അപ്കമിങ് വീഡിയോസ് അതിനകത്ത് ഞാൻ നെക്സ്റ്റ് കൺക്ലൂഷൻ എങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, ഒരു പേഷ്യൻറ്റിന് എങ്ങനെ നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം, എങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കാം എന്നൊക്കെയുള്ള എൻ്റെ നെക്സ്റ്റ് വീഡിയോസിൽ ഉണ്ടായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ മൈ അപ്കമിങ് വീഡിയോസ്. ബൈ.